തൊട്ടുപോകരുതെന്നെ, അവൾ പ്രതികരിച്ചതും അവൻ മുറിയിൽ വെളിച്ചമിട്ടു. ആ രാത്രിയിൽ ഒരു മൃഗം തന്നെ ആക്രമിക്കുന്ന പോലെയാണ് അവൾ പെരുമാറിയത്. ഭയം നിറഞ്ഞ കണ്ണുകൾ, വിറയ്ക്കുന്ന കൈകാലുകൾ, ഇന്ദ്രിയോ അഗാധമായി പേടിക്കുന്ന പോലെ ഒരുതരം ഭ്രാന്തമായ മാനസികാവസ്ഥ അവൾ പ്രകടമാക്കി. കാലുകൾ കൂട്ടിപ്പിടിച്ച് മുട്ടിനു മുകളിൽ മുഖം ചേർത്ത് പിടിച്ച് കട്ടിലിനോരം ചേർന്നവൾ ഇരുന്നു. ഒന്നും മനസ്സിലാവാത്തവനെ പോലെ ശരത് അവളെ നോക്കി. അവളുടെ മൗനം പോലും അവനിൽ ഭയമുളവാക്കി. സനു, അവൻ മെല്ലെ വിളിച്ചു. ഇത്ര അടുത്തുണ്ടായിട്ടും അവൾ തന്നിൽ നിന്നും ഒരുപാട് ദൂരം പോയ പോലെ അവന് തോന്നി. കൺമുന്നിൽ കാണുന്ന പലതും മിഥ്യ എന്ന പോലെ അവൾ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടിരുന്നു. ഉച്ചത്തിൽ കരഞ്ഞു. കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് അവൾ മോഹനസ്യപ്പെട്ടു വീണു. സനു, സനു, അവളെ നെഞ്ചോട് ചേർത്ത് ശരത്ത് വിളിച്ചുകൊണ്ടിരുന്നു. ഇതിനോടകം തന്നെ അവനിൽ പേരറിയാത്ത ഒരുതരം ഭയം നിറഞ്ഞിരുന്നു. ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ചേർത്ത് ശരത്ത് കുറച്ച് തീരുമാനങ്ങൾ മനസ്സിൽ കുറിച്ചു. പിറ്റേന്ന് രാവിലെ ഒന്നും സംഭവിക്കാത്ത പോലെയുള്ള അവളുടെ പെരുമാറ്റം അവനിൽ ഈർഷ്യയുളവാക്കി. സനു, നീ ഇന്ന് ഫ്രീ അല്ലേ? ഇന്ന് ഫ്രീ ആണ്. അല്ലെങ്കിൽ എനിക്കെന്താ പണി? ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കതയോടെ അവൾ ചിരിച്ചു. നമുക്കൊരിടം വരെ പോണം. എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാം. നീ റെഡിയല്ലേ? അതിനെന്താ, പോയേക്കാം. ഫോണിൽ നിന്നും മുഖമെടുക്കാതെ അവൾ മറുപടി കൊടുത്തു. ചിപ്സ് പാകിയ വീട്ടുമുറ്റത്തേക്ക് അവൻ്റെ കാർ കയറി നിന്നു. ശാന്തമായ അന്തരീക്ഷമാണെങ്കിലും അവൻ്റെ മനസ്സ് ആവശ്യത്തിലധികം പ്രയാസത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ശരത്ത് പറയും, എത്ര നാളായി വിവാഹം കഴിഞ്ഞിട്ട്? 1 മാസമാകുന്നു മാഡം. ആദ്യമൊക്കെ അവൾക്ക് സാധാരണ പേടിയും ടെൻഷനുമാണെന്നാണ് ഞാൻ കരുതിയത്. ഞാൻ അടുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും എതിർപ്പും ഉണ്ടാകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾക്ക് സമയം കൊടുക്കാൻ തയ്യാറായിരുന്നു. പകൽ സമയത്ത് നല്ല പെരുമാറ്റമാണ്. പക്ഷേ രാത്രിയായാൽ അവൾ ആകെ മാറിപ്പോകുന്നു. കുറച്ച് ദിവസങ്ങളായി ഒരു ഭ്രാന്തിയെ പോലെയാണ് അവൾ പെരുമാറുന്നത്. ശരത് ദയനീയമായി അവളെ നോക്കി. ഇനി അവൾക്ക് വല്ല പ്രേമമോ മറ്റോ ഉണ്ടെങ്കിൽ എന്നെ അവോയ്ഡ് ചെയ്യാൻ കാട്ടിക്കൂട്ടുന്നതാവോ? അല്ലെങ്കിൽ എന്നോടെന്തെങ്കിലും ദേഷ്യം? എനിക്കൊരു സമാധാനമില്ല മാഡം. അവൻ്റെ മുഖഭാവങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ മിന്നിമറന്നു. ആളിപ്പോ കൂടെ വന്നിട്ടില്ലേ? ഉണ്ട് മാഡം, പുറത്തുണ്ട്. ഫ്രണ്ടിനെ കാണാൻ പോകുവാന്ന് കള്ളം പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുവന്നത്. അവർ രണ്ടുപേരും ചെറുതായി ചിരിച്ചു. ശരി, ഞാൻ അവളോട് ഒന്ന് സംസാരിക്കട്ടെ. ശരത്ത് പുറത്ത് വെയിറ്റ് ചെയ്യൂ. ഓക്കെ മാഡം, ഞാൻ അവളെ പറഞ്ഞുവിടാം. ശരത്ത് പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞതും സനു അകത്തേക്ക് കയറി വന്നു. തൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ അവർ അത്ഭുതത്തോടെ നോക്കി. കൂടിയാൽ 20 വയസ്സ് പ്രായമുണ്ടാകും. നിഷ്കളങ്കത നിറഞ്ഞ മുഖം, എവിടെയും ഉറയ്ക്കാത്ത നോട്ടം. സനു, പേടിക്കണ്ട, ഞാൻ ഡോക്ടർ നിരുപമ, സൈക്കോളജിസ്റ്റാണ്. എനിക്ക് സനുവിനോട് കുറച്ച് സംസാരിക്കണം. സനു ഓക്കെ അല്ലേ? എന്താ മാഡം ചോദിക്കാനുള്ളേ? സനുവിൻ്റെ ഇഷ്ടത്തോടെ അല്ലേ ശരത്തായിട്ടുള്ള വിവാഹം നടന്നത്? അതെ മാഡം, എൻ്റെ ഇഷ്ടത്തോടെ ആയിരുന്നു. അവൾ തികഞ്ഞ നിഷ്കളങ്കതയോടെ മറുപടി കൊടുത്തു. ശരത്തിൻ്റെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരായിട്ട് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും സനുവിനുണ്ടോ? ഇല്ല മാഡം, ഏട്ടൻ്റെ വീട്ടുകാർ എന്നോട് നല്ല സ്നേഹമാണ്. എനിക്കവിടെ യാതൊരു പ്രശ്നവുമില്ല. എന്താ? പിന്നെ എന്തുകൊണ്ടാണ് ശരത്തിൻ്റെ കൂടെ സനു ഫിസിക്കൽ റിലേഷന് തയ്യാറാകാത്തത്? തൻ്റെ ചോദ്യത്തിന് പിന്നാലെ സനുവിൻ്റെ മുഖം മാറുന്നത് നിരുപമ ശ്രദ്ധിച്ചു. കുട്ടിക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹസ്ബൻഡിനോട് പോലും പറയാൻ പറ്റാത്ത എന്തും തനിക്ക് എന്നോട് പറയാം, ലൈക്ക് എ ബെസ്റ്റ് ഫ്രണ്ട്. തൻ്റെ ചോദ്യത്തിനു പുറമെ അവളുടെ നിശബ്ദതയും മുഖത്തെ ഭാവങ്ങളും അവർ വിസ്മയത്തോടെ നോക്കി. മാഡം, അത് അവൾ വിക്കി. സനുവിനെ ചെറുപ്പത്തിൽ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുകയോ എന്താണെന്ന് തനിക്ക് എന്നോട് തുറന്ന് സംസാരിക്കാം. ഡോക്ടർ അവളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ശ്രമിച്ചു. ഇല്ല ഡോക്ടർ, എന്നെ ആരും അബ്യൂസ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണ്? പറഞ്ഞോളൂ. നമുക്കിടയിൽ പറയുന്നത് മറ്റാരും അറിയില്ല, ശരത്ത് പോലും. ഇറ്റ്സ് മൈ വേർഡ്. ഡോക്ടർ ആകാംക്ഷയോടെ അവളെ നോക്കി.
എൻ്റെ അമ്മ കാരണമാണ് മാഡം. സനു നിരുപമയുടെ മുഖത്ത് നോക്കാതെയാണ് അത് പറഞ്ഞത്. അമ്മയോ? നിരുപമ അവളെ ഞെട്ടലോടെ നോക്കി. അതെ മാഡം, ഞാൻ ഒറ്റ മകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അമിത ദൈവവിശ്വാസത്തിലും കടുത്ത നിയന്ത്രണത്തിലുമാണ് ഞാൻ വളർന്നത്. പെണ്ണിൻ്റെ ശരീരം അത്രമേൽ പവിത്രമാണെന്നും അന്യപുരുഷന്റെ നോട്ടം പോലും കളങ്കം വരുത്തുമെന്നും പറഞ്ഞ് എനിക്ക് ചുറ്റും കാർക്കശ്യമായ വേലിക്കെട്ടുകൾ അമ്മ തീർത്തിരുന്നു. എനിക്ക് ഒട്ടും പുരുഷ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ കസിൻ ബ്രദേഴ്സിനോട് പോലും മിണ്ടാൻ അമ്മ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ആൺകുട്ടികൾ എന്നോട് സംസാരിക്കുന്നത് പോലും എനിക്ക് ഭയമായിരുന്നു. എൻ്റെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും അവർ തീരുമാനിച്ച് ചെയ്യാറായിരുന്നു പതിവ്. വലുതായപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിലും എനിക്ക് തീരെ ആത്മവിശ്വാസമില്ലാണ്ടായി. എന്ത് ചെയ്താലും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു ഉൾഭയം പൊന്തി വരുമായിരുന്നു. അവൾ താഴേക്ക് നോക്കി നെടുവേർപ്പിട്ടു. ശേഷം പിന്നെയും തുടർന്നു. ഒരിക്കൽ ബസ്സിൽ നിന്ന് ഒരാൾ എന്നെ പുറകിൽ തോണ്ടിയത് വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ തെറ്റാണെന്നും ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു എന്നും പറഞ്ഞ് എന്നെ തല്ലി. അന്ന് അമ്മ അതും പറഞ്ഞ് കുറേ കരഞ്ഞു. പിന്നീടൊരിക്കൽ എൻ്റെ കൂടെ പഠിച്ച ആൺകുട്ടി എന്നോട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ മോശപ്പെട്ട് നടക്കുവാന്നും പേരുദോഷം വരുത്തും എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കുറേ ചീത്ത പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ അച്ഛൻ കഴിഞ്ഞാൽ ഞാൻ അടുത്തിടപഴകുന്ന ഏക പുരുഷനാണ് ശരത്തേട്ടൻ. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും എൻ്റെ ഭർത്താവിനോട് ചേരാൻ എനിക്ക് കഴിയുന്നില്ല മാഡം. സനു മെല്ലെ കരഞ്ഞു തുടങ്ങിയിരുന്നു. നിരുപമ കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അത് മാത്രമാണോ സനുവിൻ്റെ പ്രശ്നം? അല്ല മാഡം, എനിക്ക് കൂട്ടുകാരൊക്കെ കുറവായിരുന്നു. എവിടെ പോണേലും അച്ഛൻ കൊണ്ടുവിടും, കൂട്ടിക്കൊണ്ടുവരും, അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ടാകും. എൻ്റെ മുറിയായിരുന്നു എൻ്റെ ലോകം. ഒറ്റയ്ക്കെന്ന് വരെ എവിടെയും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആരോ പിന്തുടരുന്ന പോലെയും എൻ്റെ എതിരെ ആരെങ്കിലും നടന്നു വരുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞാൻ ആക്രമിക്കപ്പെടാം എന്നുള്ള ഭയത്തോടെയുമാണ് ഞാൻ നടക്കുന്നത്. അവൾ പറഞ്ഞു നിർത്തി. സനുവിൻ്റെ അമിത ഭയവും ടെൻഷനും നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതലും പുറത്തു വരുന്നത്. അതെന്താ അങ്ങനെ? നിരുപമ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവളോട് ചോദിച്ചത്. എനിക്ക് എന്താ ചെയ്യണ്ടേ, എന്താ സംഭവിക്കാൻ പോണേ എന്നൊന്നും അറിയില്ല. എൻ്റെ കൈകാലുകൾ കൂട്ടി വിറയ്ക്കും, നെഞ്ചിടിപ്പ് കൂടും, എന്താണെന്നറിയില്ല. പിന്നെ ഇത് ഭയങ്കര വേദനയുള്ള സംഭവമാണെന്ന് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ മാഡം? അവളുടെ സംസാരം കേട്ട് നിരുപമ ചിരിച്ചു. അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും ഭാര്യ ഭർത്താവ് കടമകളെക്കുറിച്ചൊന്നും അമ്മ പറഞ്ഞില്ലേ? ഇല്ല, എന്നോട് നല്ല രീതിയിൽ നിൽക്കണമെന്നേ പറഞ്ഞുള്ളൂ. വിവാഹം കഴിഞ്ഞ ശേഷം ശരത്തേട്ടൻ അത്തരത്തിൽ എന്നെ സമീപിക്കുമ്പോഴൊക്കെ എനിക്ക് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യാൻ പോകുന്നു എന്ന തോന്നലാണ്. പിന്നെ ഭയവും ടെൻഷൻ എല്ലാം കൂടി ഞാൻ എന്തൊക്കെയോ ചെയ്യും. എനിക്ക് പേടിയാണ്. അവൾ പൂർണ്ണമായും കരഞ്ഞു തുടങ്ങിയിരുന്നു. എന്തിനാണ് കുട്ടി ഭയം? പറഞ്ഞല്ലോ മാഡം, എന്നെ റേപ്പ് ചെയ്യാൻ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഒട്ടും കംഫോർട്ട് ആവുന്നില്ല. അവൾ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു. ശരി സനു, ഇങ്ങോട്ട് നോക്ക്. വിവാഹം കഴിഞ്ഞ രണ്ട് വ്യക്തികൾ തമ്മിൽ അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് പക്ക നോർമലായ കാര്യമാണ്. അതിൽ തെറ്റായി തോന്നേണ്ട യാതൊന്നുമില്ല. പിന്നെ പെൺശരീരം പവിത്രമാണെന്നൊക്കെ പറഞ്ഞ് സെക്സ് തെറ്റായി കാണുന്നത് വിദ്യാഭ്യാസക്കുറവാണ്. സനുവിന് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് മാഡം. അവൾ തല ഉയർത്താതെ തന്നെ മറുപടി നൽകി. നിരുപമ തുടർന്നു. സനുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ലോകത്ത് ബഹുഭൂരിപക്ഷം വ്യക്തികളും ആദ്യ തവണ ആശങ്കയോടെയാണ് ഇത്തരം കാര്യങ്ങൾ കണ്ടിരുന്നത്. പിന്നീട് കൃത്യമായ തിരിച്ചറിവും ലൈംഗിക വിദ്യാഭ്യാസവും കൊണ്ടാണ് ഇന്നത്തെ ആരോഗ്യകരമായ നിലയിലെത്തിയത്. ഇവിടെ സനുവിന് ആരുമൊന്നും പറഞ്ഞു തരാനുണ്ടായില്ല. അതിൻ്റെ കൂടെ ചെറുപ്പം മുതൽ ലൈംഗികത മഹാപാപമാണെന്നും പെൺകുട്ടികൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത് പോലും പിഴച്ചു പോകുമെന്നും ഉള്ള ഉപദേശവും, പുരുഷന്മാരെല്ലാം മോശപ്പെട്ടവരാണെന്നും അകലം പാലിക്കണം എന്നുള്ള ചിന്താഗതി, ഇതൊക്കെയാണ് സനുവിൻ്റെ പ്രശ്നം. അവർക്കിടയിൽ ആ സംഭാഷണം തുടർന്നുകൊണ്ടിരുന്നു. ചെറുപ്പം മുതൽ കൂട്ടിലടക്കപ്പെട്ട് അല്ലെങ്കിൽ ഒരു മുറിയിൽ അടച്ചിട്ട് സമൂഹത്തെ അറിയാതെ വളർന്നതുകൊണ്ടാണ് പുറത്തിറങ്ങുമ്പോൾ സനുവിന് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. അതിനെ സോഷ്യൽ ആങ്സൈറ്റി എന്ന് വിളിക്കാം.
ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സനു സേഫ് ആകൂ എന്നുള്ള ഒരു തെറ്റായ അവബോധം കൂടി തനിക്കുണ്ട്. അതും നമ്മൾ മാറ്റിയെടുക്കണം. നിരുപമ അവളിലേക്ക് ആവുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. വളരെ അടുത്ത സുഹൃത്തുക്കളെ പോലെ അവർ തുറന്നു സംസാരിച്ചു. അന്ധവിശ്വാസങ്ങളും തെറ്റായ ചിന്താഗതിയും മൂലം മഹാപാപമാണെന്ന് കരുതി വെറുപ്പോടെ മാറ്റിവെച്ച കറുത്ത ചിന്തകളിലും അതിൻ്റെ അദൃശ്യമായ പാപബോധത്തിലും വെളിച്ചം വീശി തുടങ്ങി. ശരത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം. ഡോക്ടർ നിരുപമ ശരത്തിനോട് അഭിമുഖമായിരുന്നു. യെസ് മാഡം. ശരത്ത് വിചാരിച്ച പോലെ സനുവിന് പഴയ പ്രണയബന്ധമുണ്ടായിരുന്നത് കൊണ്ടോ തന്നോട് വെറുപ്പുള്ളത് കൊണ്ടോ ഒന്നുമല്ല അവൾ അങ്ങനെ പെരുമാറുന്നത്. പിന്നെ അവൻ സംശയത്തോടെ നോക്കി. ചെറിയ പ്രായം മുതൽ അവൾക്ക് കിട്ടിയിരുന്നത് കടുത്ത അന്ധവിശ്വാസങ്ങളും കർക്കശമായ നിയന്ത്രണങ്ങളും കൂടെ തെറ്റായ മാർഗരേഖകളുമായിരുന്നു. ഒരു പുരുഷനോട് മിണ്ടുന്നത് പോലും വലിയ തെറ്റായും മനുഷ്യസഹജമായ വികാരങ്ങളെ മഹാപാപമായും ആണ് അവളുടെ വീട്ടുകാർ അവതരിപ്പിച്ചത്. അതിനൊപ്പം പ്രായമെത്തിയിട്ടും മതിയായ സെക്സ് വിദ്യാഭ്യാസം ലഭിക്കാത്തതിൻ്റെയും കൂടി കുറവ് വന്നപ്പോൾ തെറ്റേതാ ശരിയേതാ എന്ന് കൊച്ചിനറിയില്ല. അവർ തുടർന്നു. എടോ, ടോക്സിക് പാരന്റിങ് എന്നൊക്കെ പറയൂലേ, അതിൻ്റെ എക്സ്ട്രീം വേർഷനാണ് അവൾ അനുഭവിച്ചത്. എന്തിനേയും ഏതിനേയും സംശയത്തോടെ മാത്രം കണ്ടിരുന്ന ഒരമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന പെണ്ണ് ചിലപ്പോൾ ദിനംപ്രതി കാണുന്ന പീഡന വാർത്തകൾ ഒക്കെയാവാം അവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്തായാലും നമുക്കവളെ മാറ്റിയെടുക്കണം, അവർ തുടർന്നു. അവളുടെ ഉള്ളിൽ കുറ്റബോധവും അമിതമായ ഭയവും നിറയുമ്പോഴാണ് അത് ദേഷ്യമായും ശരത്തിനോടുള്ള എതിർപ്പായും ഒക്കെ പരിണമിക്കുന്നത്. എന്തായാലും 1-2 സെക്ഷൻ അറ്റൻഡ് ചെയ്യട്ടെ, അതിന് ശരത്തിന് സപ്പോർട്ട് ആവശ്യമാണ്. നിരുപമ അവനോട് കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശദീകരിച്ചു. എന്നാലും മാഡം, അവൾക്ക് എന്നോട് എല്ലാം തുറന്ന് സംസാരിക്കാമായിരുന്നല്ലോ, ശരത്ത് സ്വന്തം ഭാഗം പറഞ്ഞു. എന്തുകൊണ്ട് ശരത്ത് അവളോട് തുറന്നു ചോദിക്കാൻ മെനക്കെട്ടില്ല? അത് പിന്നെ മാഡം, അവൻ വിക്കി. താൻ തപ്പണ്ട, എനിക്ക് മനസ്സിലാവും. എടോ, ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ അറപ്പോടെ മുഖം തിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. കൗമാരപ്രായക്കാർക്കുള്ള ലൈംഗിക വിദ്യാഭ്യാസ ക്ലാസുകൾ പോലും ഇത് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചു വരുന്ന ടീച്ചേഴ്സിൻ്റെ ഇവിടെ. വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ കൺസെൻറ്റ് പോലും നോക്കാതെ മാരിറ്റൽ റേപ്സ് നോർമലായി കാണുന്ന ഒരു ചെറിയ വിഭാഗം ആളുകൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ പിന്നെ എട്ടും പൊട്ടും അറിയാത്ത ഒരു മുറിയിൽ അടച്ചിട്ട് വളർത്തിയ ആ പെൺകുട്ടിയുടെ കാര്യം പറയണോ? അവർ ശരത്തിനെ നോക്കി ചോദിച്ചു. ഓക്കെ മാഡം, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാകും, അവൻ അവർക്ക് വാക്കുകൊടുത്തു. അവളിപ്പോൾ ഏകദേശം ഓക്കെയാണ്. താൻ സനുവിന് കുറച്ചുകൂടി സമയം കൊടുക്ക്. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. അവർ ശരത്തിന് കൈ കൊടുത്തു പിരിഞ്ഞു. തിരികെയുള്ള യാത്രയിൽ ശരത്തും സനുവും കുറേ നേരം മിണ്ടിയില്ല. എന്നോട് ദേഷ്യമുണ്ടോ? നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവൾ പതുക്കെ ചോദിച്ചു. എന്നാലും നിനക്ക് എന്നോട് ഇവക്ക കാര്യങ്ങളൊക്കെ ആദ്യമേ തുറന്ന് സംസാരിക്കാമായിരുന്നു. ഇതിപ്പോ വേറൊരാൾ പറഞ്ഞറിയേണ്ടി വന്നില്ലേ? അവൻ തെല്ലു പരിഭവത്തിൽ മറുപടി കൊടുത്തു. അതിന് ഇരുട്ടത്തല്ലേ പരാക്രമം മുഴുവൻ. വെളിച്ചത്തിൽ എന്നോട് ഇതേപ്പറ്റിയൊക്കെ തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ മെല്ലെ മെല്ലെ ശരിയായേനെ. ഇനി എന്തായാലും ശ്രദ്ധിക്കാട്ടോ, നമുക്ക് ശരിയാക്കാടി. അവനവളെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു. അവന്റെ ചിരി അവളിലും പതിയെ ചിരി കൊണ്ടുവന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.